സംസ്ഥാനം മുഴുവന് സെർച്ച് ഓപ്പറേഷൻസ് നടന്നത് പ്രതിയെ പിടിക്കാനായിട്ട് എല്ലാ ജില്ലകളിലുള്ള എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാ ജില്ലാ എസ് പിമാരും അതുപോലെ തന്നെ അവിടുത്തെ ഇൻസ്പെക്ടർസും അവിടുത്തെ സ്ക്വാഡ് അംഗങ്ങളും എല്ലാ പോലീസ് ജില്ലകളുടെ ഉദ്യോഗസ്ഥന്മാർ ഒട്ടാകെ കോർഡിനേറ്റ് ചെയ്തിട്ട് വിവരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഷെയർ ചെയ്യുകയും ഇതെല്ലാം മേലിൽ നിന്ന് ഏകോപിച്ചത് ADGP ക്രമസമാധാനം വിജയൻ സാറാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇന്നലെ രാത്രി പ്രതിയെ 2-2:30 മണിയോടെ കൂടി നമുക്ക് പ്രതിയെ പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ കമ്മീഷണറും അതുപോലെ കണ്ണൂർ റൂറൽ SP-യുടെ നേതൃത്വത്തിലുള്ള ഈ ഉദ്യോഗസ്ഥർ കണ്ണൂർ ജില്ലാ പോലീസ് മുഴുവൻ ഇത്ര ദിവസം പിടിക്കാനായിട്ട് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാവരും അവരുടെ അനുഭവങ്ങൾ, കാരണം നമുക്ക് ഇങ്ങനെ ഒരു പ്രതി വെല്ലുവിളിച്ച് നമ്മൾ ഒരു സിസ്റ്റത്തെ തന്നെ വെല്ലുവിളിക്കുന്ന ഒരു രീതി ഒരു ശരിയായിട്ടുള്ള ഒരു അന്വേഷണമല്ല സമൂഹത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് വളരെ കാര്യമായിട്ട് എല്ലാ ഉദ്യോഗസ്ഥരും പിടിക്കാനായിട്ടുള്ള ഒരു സിൻസിയറിറ്റി കാണിച്ചിട്ടുണ്ട്. അതിന് എല്ലാ ഉദ്യോഗസ്ഥരും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ. പ്രത്യേകിച്ച് ഇപ്പം ഇവിടെ എത്തിയിട്ടുള്ളത് കുറച്ച് ഉദ്യോഗസ്ഥരുള്ളൂ, അല്ലാതെ ഈ എൻറ്റയർ കണ്ണൂർ പോലീസ് തന്നെ ഇതിൻ്റെ പിന്നിലിരുന്ന് പ്രവർത്തിച്ചതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രതിയെ വിവരങ്ങൾ എങ്ങനെ ശേഖരിച്ച് ഫീൽഡ് ലെവലിൽ അതേപോലെ തന്നെ സൈബർ വിവരങ്ങളെല്ലാം എങ്ങനെ ശേഖരിച്ച് എങ്ങനെ അവർ വെരിഫൈ ചെയ്ത് എങ്ങനെ പിടികൂടി അവരുടെ അനുഭവങ്ങൾ ഒന്ന് കേട്ടറിഞ്ഞപ്പോൾ എല്ലാം നല്ല ഒരു ഗുഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. അവരെ അഭിനന്ദിക്കാനാണ് ഇവിടെ പ്രത്യേകം എത്തിയത്. രാവിലെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി വിളിച്ച് പ്രത്യേകം അഭിനന്ദിച്ച് എൻറ്റയർ പോലീസ് ഫോഴ്സ് അഭിനന്ദിച്ചിട്ടുണ്ട്. നമ്മളുടെ ബഹുമാനപ്പെട്ട ADGP വിജയൻ സാറും പ്രത്യേകം അഭിനന്ദിച്ച് എല്ലാ ഉദ്യോഗസ്ഥരെയും. അപ്പോൾ DIG-ൻ്റെ നിലയിൽ എനിക്കും ഉദ്യോഗസ്ഥരെ നേരിട്ട് കണ്ട് അവരുടെ ഒരു അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്താനാണ് എത്തിയത്. ആ കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും നമുക്ക് പരിശോധിക്കുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രതിയെ പിടിച്ച് ഇപ്പോൾ ഉച്ചയ്ക്കാണ് റിമാൻഡ് ചെയ്തത്. ആ പ്രതിയെ ഹാർബറിങ് ചെയ്യാൻ, അതായത് പ്രതിയെ ഒളിവിൽ പോകാൻ സഹായിച്ച് അതിക്ക് വേണ്ടി സപ്പോർട്ടുകൾ സാമ്പത്തികമായിട്ടും അല്ലാതെ ട്രാൻസ്പോർട്ടും പിന്നെ താമസിക്കാനും ഫുഡും മറ്റേ എല്ലാം കൊടുത്ത കാര്യങ്ങൾ ആരൊക്കെയാണ് നമ്മളത് വിശദമായിട്ട് ഇപ്പോൾ വരുന്ന ദിവസങ്ങളിൽ അന്വേഷിച്ച് തീർച്ചയായിട്ട് അങ്ങനെ ഹാർബറിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിഞ്ഞുകൊണ്ട് ഈ പറയുന്ന ഒരു തെറ്റായിട്ട് ഒരു കാര്യം ഈ പറയുന്ന പ്രതിക്ക് സഹായിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിയമ നടപടി സ്വീകരിക്കും. നമുക്ക് അദ്ദേഹം വെല്ലുവിളിച്ചത് കൊണ്ടിപ്പോൾ നമുക്ക് കണ്ടല്ലേ, പിടിച്ചല്ലേ പോലീസ്. നിയമവിരോധമായിട്ട് ആരെങ്കിലും ഈ പ്രതി മാത്രമല്ല പ്രതിക്ക് വേണ്ടി സഹായിക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം പരിശോധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇല്ല, നമ്മൾ ഓപ്പറേഷൻ ഗ്രിപ്പ് സംസ്ഥാനം മുഴുവൻ നമ്മൾ ഈ പറയുന്ന ആൻറ്റി സോഷ്യൽസ് ADGP ലോ ആൻഡ് ഓർഡർ സാറിൻ്റെ നിർദ്ദേശം അനുസരിച്ച് എല്ലാ സംസ്ഥാനം മുഴുവൻ നമ്മൾ ഓപ്പറേഷൻ ഗ്രിപ്പ് നടപ്പിലാക്കി വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഈ ഗുണ്ടാസും റൗഡീസിയും നമ്മൾ പരിശോധിക്കുകയാണ്. പെൻഡിങ് ഇൻവെസ്റ്റിഗേഷൻ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ള ഗുണ്ടാസും റൗഡീസും ഇൻവോൾവ് ആയിട്ടുള്ള കേസുകൾ പെൻഡിങ് ഉള്ള കേസുകൾ ഉടൻ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ജില്ല മുഴുവൻ. അതുപോലെ തന്നെ ഈ കാപ്പ കേസുകൾ പീരീഡ് കഴിഞ്ഞ് പുറത്തിറങ്ങിയവരെല്ലാം അവരുടെ ആക്ടിവിറ്റീസ് ഇപ്പോൾ നമ്മൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പോൾ ഓപ്പറേഷൻ ഗ്രിപ്പ് തുടരുകയാണ്. ഈ പ്രതി പിടിച്ചതോടുകൂടി അവസാനിക്കില്ല, ഈ ഒരു ഓപ്പറേഷൻ ഗ്രിപ്പ് തുടർന്ന് മുന്നോട്ട് പോകും. അല്ല, ഇപ്പം നമ്മൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇൻവെസ്റ്റിഗേഷൻ വേഗം കംപ്ലീറ്റ് ചെയ്തിട്ട് പൂർത്തിയാക്കുക. അതുപോലെ തന്നെ അദ്ദേഹം വേറെ ചില കേസുകളിലും ഇതുവരെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ആ അന്വേഷണ ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അവരും അവരുടെ നിയമ നടപടികൾ സ്വീകരിച്ച് കോടതിയിൽ കുറ്റപത്രം കൊടുക്കുക. ഇത് കഴിഞ്ഞിട്ട് ഒന്നുക്ക് കൂടുതൽ കേസുകളുള്ള വ്യക്തികൾ തീർച്ചയായിട്ട് മുൻകാലങ്ങളിൽ അവർ എങ്ങനെയാണ് ജാമ്യം നേടിയിട്ടുള്ളത്, ജാമ്യ വ്യവസ്ഥകൾ എന്തൊക്കെയാണ്, അതിൽ എന്തെങ്കിലും ലംഘനം ഉണ്ടോ എന്ന് തീർച്ചയായിട്ടും പരിശോധിച്ച് ജാമ്യം വ്യവസ്ഥകൾ ലംഘനം ഉണ്ടെങ്കിൽ അത് കൺസേൺഡ് കോടതി മുഖാന്തരം അത് ക്യാൻസൽ ചെയ്യാനുള്ള നിയമ നടപടികൾ സ്വീകരിക്കും. അതുപോലെ തന്നെ സെക്ഷൻ 3 കാപ്പാവോ അല്ലെങ്കിൽ സെക്ഷൻ 15 കാപ്പാവോ ഏതാണ് ഈ പറയുന്ന ഗുണ്ടാസും റൗഡീസും എതിരായിട്ട് ഫിറ്റായിട്ടുള്ളത് പരിശോധിച്ച് കൺസേൺഡ് അതോറിറ്റി മുൻപ് റിപ്പോർട്ട് നൽകുകയും നടപടി സ്വീകരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ പെൻഡിംഗ് ഉള്ള ട്രയൽ കേസുകളിൽ തീർച്ചയായിട്ടും വേഗം ട്രയൽ പൂർത്തീകരിക്കാനുള്ള ഏർപ്പാടുകൾ
സ്വീകരിക്കും. നമുക്കിപ്പോൾ ഒരു വ്യക്തിയുടെ പേരെടുത്ത് അങ്ങനെ പറയുന്നത് ശരിയില്ല. കാരണം ഇൻഫർമേഷൻ പല ആളുകൾ പല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. കേരള പോലീസിന് വേണ്ടി സമൂഹത്തിലെ എല്ലാ തരത്തിലുള്ള വിഭാഗത്തിൽ നിന്ന് നമുക്ക് പിന്തുണ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ദിവസങ്ങളിൽ നല്ല രീതിയിൽ നമുക്ക് പ്രതിയെ പിടിക്കാൻ സഹായിച്ചിട്ടുണ്ട്. ഓരോരോ എല്ലാ സമൂഹത്തിൽ ഞാൻ പറയുന്നത് എല്ലാവരെയുമാണ്, പൊതുജനങ്ങളുടെ ഇടയിൽ നല്ലൊരു സപ്പോർട്ട് പിന്തുണ കേരള പോലീസിന് ലഭിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇത് ഈസി ആയിട്ട് പിടിക്കാൻ സാധിച്ചത്. ഈ പോലീസിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത് എല്ലാ ഇൻഫർമേഷൻസ് നൽകിയ ഓരോരോ വ്യക്തിക്കും പ്രത്യേകം നമുക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. 23 കേസുകളുണ്ടല്ലേ, ആ കേസുകളുടെ അവസ്ഥകൾ ഇപ്പോൾ എന്താണ് പരിശോധിക്കാം. അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ കേസ് വേഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കോടതിയിൽ കുറ്റപത്രം കൊടുക്കാം. പെൻഡിങ് ട്രയൽ കേസുകൾ ട്രയൽ പൂർത്തീകരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാം. കാപ്പ നടപടികൾ തുടങ്ങും. ബെയിൽ വയലേഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ നടപടികളും തുടങ്ങും. അതുപോലെ സെക്യൂരിറ്റി പ്രൊസീഡിങ്സ് എവിടെയാണ് ആവശ്യമുള്ളത് ആ കാര്യങ്ങളെല്ലാം ഉടൻ തുടങ്ങും.